കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖല ബിനിസാഇഹി അല്യനന്നാസ് വഅക്രമന്നാസ് വഹാകൻ ബസ്സാമൻ. ഭാര്യമാര് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ റസൂൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ അവലാണ് സുന്നത്ത്. ഭാര്യമാര് മാത്രമാണ് ഉള്ളത് എങ്കിൽ എന്ന പ്രയോഗത്തിന് രണ്ട് താല്പര്യമുണ്ട്. ഒന്ന്, ആൾക്കാരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് തെളിയിക്കുന്ന ഒന്നും ഇൻസ്റ്റയിലും സ്റ്റാറ്റസിലും പോസ്റ്റ് ചെയ്യരുത് എന്നാണ്. ഹാഫ് ബറ്ററിൻ്റെ ചിക്കൻ, ഹാഫ് ബറ്ററിൻ്റെ ഗാലക്സി ഒന്നും നാട്ടുകാരെ കാണിക്കണ്ട. നിന്റെ ബന്ധത്തിന് വിഘാതം ഉണ്ടാവാൻ കണ്ണ് എറിഞ്ഞ അതൊരു സാധ്യത ഉണ്ട്. രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകിട്ട് വരുന്നതെങ്കിൽ ഉറങ്ങുന്നവർക്ക് പ്രയാസമില്ലാതെയും ഉണർന്നിരിക്കുന്നവർക്ക് കേൾക്കുന്ന രീതിയിലും സലാം പറയും. അസ്സലാമു അലൈക്കും. എന്തായിരിക്കും ആ വീടല്ലേ? വീട് ചെറുതാണെങ്കിലും സ്നേഹം വലുതാ ആ വീട്ടില്. എന്തായിരിക്കും ആ വീട്? കളി തമാശകളിൽ ഏർപ്പെടും. അവരുടെ തമാശകളിൽ ചിരിക്കും. ഭാര്യമാര് തമ്മിൽ തമാശക്ക് പറയുമ്പോൾ അവിടുന്ന് ചിരിക്കും. രണ്ട്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്ഹാബിഹി വഅസ്വാജിഹി കവാഹിദിൻ മിൻഹും. അവരിൽ ഒരാളായി തങ്ങൾ ജീവിക്കും, വേർതിരിവ് കാണിക്കൂല. ഞാൻ വേറെ ലെവലാന്ന് തെളിയിക്കുന്ന നേരത്തെ കുറച്ച് ഡയലോഗ് പറഞ്ഞില്ലേ, അതൊന്നും ഉണ്ടാവില്ല. അവരിൽ ഒരാളായി ജീവിക്കും, ഒന്നിച്ച് ഫുഡ് കഴിക്കും. കുട്ടികളൊക്കെ ഒന്നിച്ചിരുത്തി ഫുഡ് കഴിക്കും. ചില ആൾക്കാർ പറയും പിള്ളേർപ്പുറം ഫുഡ് കഴിക്കും, ശരിയാവില്ല, കന്തൂറക്കെല്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഇപ്പം ജനിച്ചു പോയതാണ്. സത്യത്തിൽ അയാൾ അന്ന് ജനിക്കേണ്ടതായിരുന്നു. ആ കാലഘട്ടത്തിൽ റസൂലിനെ തിരുത്തിയതായിരുന്നു. കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട്, തങ്ങൾ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു, വേർതിരിവ് കാണിക്കാതെ. നേരത്തെ ഷാഫി സക്കാഫി ഉസ്താദ് ലാസ്റ്റ് കൊണ്ടുവന്നൊരു ഹദീസ് കണ്ടിട്ടില്ലേ, ഒരു ചരിത്രം. ശരിക്കും വിറക് ശേഖരിക്കലല്ലേ ഏറ്റവും റിസ്ക് ഉള്ള പണി. അറവ് ആടിന് ഇടുന്ന തന്നെ അറക്കാം, മാംസം ഇടുന്ന തന്നെ പീസാക്കുകയും ചെയ്യാം, ഫുഡ് ഇടുന്ന തന്നെ ആക്കാം. വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോകണം. കാട്ടിൽ വേറെ ആപ്പൊന്നുമില്ല നെക്കിയിട്ട് വിറക് വരാൻ. കഷ്ടപ്പെട്ടിട്ട് വിറകുണ്ടാക്കണം. അത് തങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു റിസ്ക് നോക്കിയേ. എന്താണല്ലേ അവിടുത്തെ ഒരു ജീവിതം? ഒരു നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഞാൻ പറയണം, മൗലിദൊക്കെ നമ്മൾ ചെല്ലണം, ബൈത്തൊക്കെ കുറേ ചെല്ലണം, ശരി തന്നെ. ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം, അതൊക്കെ കൂലിയുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് റസൂലുള്ളാഹിനെ പഠിക്കൽ. അതിനേക്കാൾ കൂലിയൊന്നും വേറൊരു സംഗതിക്കും കിട്ടണമെന്നില്ല. അത് നമ്മൾ ഇല്ലാതെ പോകരുത്. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാം നമുക്ക്. ഏറ്റവും ചുരുങ്ങി നിങ്ങൾ മങ്കൂസ് മൗലിദിന്റെ അർത്ഥമെങ്കിലും പഠിച്ചു നോക്കിയേ. വമിനൽ യസീരി സഖാവതു അമ ജൈശഹു. കുറേ ആൾക്കുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. ഒരാൾക്ക് തന്നെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനില്ല, ഒരാൾക്ക് തന്നെ കുടിക്കാനുള്ള വെള്ളമില്ല. അപ്പോഴാണ് തോൽപാത്രത്തിൽ കൈവച്ചിട്ട് ആ കൈവെള്ളന്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നത്. 1500 ആൾ വെള്ളം കുടിച്ചു, കുളിച്ചു, ബാക്കി മിച്ചം ശേഖരിച്ചു, എന്നിട്ടും വെള്ളം അവിടെ ബാക്കി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൽബ് പൊട്ടിപ്പോയില്ലേ? ഇല്ലേ? റസൂൽ വേർതിരിവൊന്നും കാണിക്കൂല. ആ മുഅ്ജിസത്ത് കാണിക്കുമ്പോഴും ഇപ്പൊ ഖന്തക് യുദ്ധത്തിനിടയിൽ തങ്ങളുടെ വയറ്റിന് 2 കല്ല് കണ്ടപ്പോൾ ജാബർ റളിയല്ലാഹുവിന് കരച്ചിൽ വന്ന്. ഈ തങ്ങൾ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ഇല്ലായ്മ ആരും അറിയിക്കൂല. ഇല്ലായ്മ ആരും അറിയിക്കൂല എന്നർത്ഥം. അങ്ങനെ അറിയിക്കൂല. തങ്ങൾ ഈ കല്ല് കെട്ടിയതൊന്നും ഒരാളും അറിയൂല. അത് ആരാ അറിയലെന്ന് വെച്ചാൽ രാത്രി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഉയർത്തിയിട്ട് കല്ല് മാറ്റി വെച്ചിട്ട് തങ്ങൾ കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കല്ല് വയറ്റിന് കെട്ടിയിട്ട് നടക്കാം, നിൽക്കാം, കിടക്കാൻ പറ്റൂല, വയറുവേദനിക്കും. അത് അവിടെ മാറ്റി വെക്കുമ്പോൾ വയറുവേദന രാത്രി വരും. ആ രാത്രി വിശപ്പുണ്ട്, രാത്രിക്ക് വയറുവേദന വരുമ്പോൾ ആയിഷ ബീവി ആ തടവി കൊടുക്കലും പാതിരാക്ക്. ഈ തങ്ങളുടെ വേദന ആരെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപോയാലാണ് ഈ സഹായങ്ങളൊക്കെ ഉണ്ടാവല്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഫുഡാക്കിയിട്ടുണ്ട്, ഒരു 2-3 ആൾക്ക് കൂടിപ്പോയാൽ ഒരു 4 ആൾക്ക്, തങ്ങളെ അധികം ആളെ ഒന്ന് വിളിച്ചിട്ട് കൊളാക്കരുത്. അപ്പൊ തങ്ങൾക്ക് വേണമെങ്കിൽ ആ കർട്ടന്റെ വേക്കിലേക്ക് കൂടി വേഗം പോയിട്ട് ഷവർമ 2 അടിച്ചിട്ട് ആക്കിയിട്ട് ട്യൂഷനൊക്കെ അങ്ങനെയൊക്കെ ആക്കാണെങ്കിൽ. പക്ഷെ റസൂൽ 80 മക്കളെ അങ്ങനെ ഒറ്റക്ക് തിന്നുന്ന പരിപാടിയൊന്നും ആ നേതാവിന് അറിയില്ല. ആ നേതാവിന് ഇല്ലല്ലോ, അതില്ല. നമുക്കിപ്പോ ഒരു പരിപാടിക്ക് സമ്മേളനത്തിന് പോയിട്ട്
VVIP ഫുഡിൻ്റെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ആടുത്ത ബിരിയാണി തന്നെ വേറെ പ്ലേറ്റ് കൊണ്ടുവരും, പിന്നെ കുറച്ച് കൽക്കണ്ടി തേങ്ങപ്പൂളും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതാ വലിയ സംഭവം. അതിനാ നമ്മൾ മഹാ സംഭവമായിട്ട് നടക്കുന്നത്. ഒരു പേര് നോട്ടീസിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. സത്യത്തിൽ ഒരു ആചാര്യയുടെ പേര് നോട്ടീസിൽ വന്നു എന്ന് വിചാരിക്കുക. ഇതൊരു മിക്സ്ഡ് കാലമാണ്, വേനലുമാണ് മഴയാണ്. വേനൽക്കാലത്താണ് ആ നിവേദനത്തിൻ്റെ നോട്ടീസ് ഒട്ടിച്ചെങ്കിൽ ഒരു പശുവാറ്റം വന്നിട്ട് ഹാജി എന്നിട്ട് കടിച്ചു പോകും. മഴയാണെങ്കിൽ ഉതിർന്നു പോകും ചെയ്യും. ഇതിനാണോ വല്ല സമര പോരാട്ടത്തിന് ഇറങ്ങിയത്? എൻ്റെ പേര് നോട്ടീസിലില്ല എന്നിട്ട് ഒന്ന് നല്ല മനുഷ്യനാവൂ. നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വേർതിരിവ് കാണിക്കൂല. അവിടെ നിന്ന് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അവിടുത്തെ ഒരു ഇടപെടലൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ യാചന നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്വഹാബിനോട് ചോദിച്ചു, ഒരു സോഷ്യൽ ആക്ടിവിസം തെളിയുന്ന ഒരു ലോകമാണ്. മോൻ്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു പുതപ്പും ഒരു തോൽപാത്രം ഉണ്ട്, എടുത്തിട്ട് വരുന്നു. എടുത്തു വന്നു. നമ്മളെല്ലാ കാലത്തും ഈ ഫുഡ് കൊടുക്കൽ തന്നെ ആക്കരുത്. അവരെയും ഫുഡ് കൊടുക്കുന്നിടത്തേക്ക് എത്തിക്കാണ് വേണ്ടത്. അതാണ് ഒരു സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. എപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വിളിച്ച് ഈ തോൽപാത്രവും പുതപ്പും ആരാ വിലക്ക് വാങ്ങാം? 1 ദിർഹം. ബാർഗിൻ ചെയ്യാലോ. 2 ദിർഹം. ഓക്കെ, കൊടുക്കും. ആ 2 ദിർഹം വാങ്ങിയിട്ട് തങ്ങൾ ഈ സ്വഹാബി കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും നിന്റെ കുടുംബവും കഴിക്കുക. 1 ദിർഹം കൊണ്ട് കോടാലി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ വാങ്ങിയിട്ട് വന്ന് തങ്ങളുടെ ഒരു ഇടപെടൽ നോക്കണം. മെഹ്റാബിലിരുന്ന് ചൊല്ലലല്ല അവിടുത്തെ പരിപാടി. കൊണ്ടൂർ ഉസ്താദ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. തങ്ങൾ തന്നെ ഒരു പിടിയെടുത്തിട്ട് മരം എടുത്തിട്ട് ഫിറ്റാക്കി കൊടുത്തിട്ട് പറഞ്ഞു, 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടോ എനിക്ക് പോ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് വിറകൊക്കെ ശേഖരിച്ച് വന്നു. എത്ര ദിർഹം വെട്ടി? 15. ചിരിയോക്ക് ഇടോ എടപ്പൊന്നെ. ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കലല്ലേ ഗൾഫിൽ പിരിവിന് പോയിട്ട് മേലെ ഇന്റർലോക്ക് ഇടാൻ പിരിവെടുത്തുന്നതിനേക്കാൾ നല്ലത്. അതല്ല നല്ല എത്തടപ്പക്കാത. സ്വന്തം കാലിൽ നിന്നൂടെ പൊന്നെ. അതല്ല അതിൻ്റെ ഒരു അസ്തിത്വം. കണ്ട, ഇതാ നമ്മളെ നേതാവിൻ്റെ നിലപാട്. സോഷ്യൽ ആക്ടിവിസം. വിഷയത്തിലേക്ക് വരാം. 3. വഖാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ തഖൂലു. ആയിഷ ബീവി പറയത്രേ, കുന്തു ഇദാ ഹവൈതു ശൈഅൻ തബഅനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാലും എൻ്റെ വേഗം തന്നെ തങ്ങൾ വരും. ഒരു ഗ്ലാസ് ആടിൻ്റെ പാല് കുടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞാൻ കുടിക്കുന്ന ഇങ്ങനെ നോക്കി നോക്കും. ഞാൻ കുടിച്ച സ്ഥലത്ത് നിന്ന് ഗ്ലാസ് വാങ്ങും. ഞാൻ ചുണ്ട് വെച്ച സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇങ്ങനെ ഗ്ലാസ് കറക്കും. എന്നിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ എന്നെ നോക്കിയിട്ട് കുടിക്കും. കണ്ണിന്ന് വെള്ളം കൊണ്ടുപോയി ആ സ്നേഹത്തിൻ്റെ മുന്നിലും. പിന്നെയും തീർന്നിട്ടില്ല. ആയിഷ ബീവി പറയാം, ഞാൻ ഇനി ഒരു മാംസ കഷ്ണം എടുത്തിട്ട് കടിച്ചാൽ തങ്ങൾക്ക് അകന്നെടുത്തിട്ട് എൻ്റെ 4 പല്ലുള്ള അടയാളം വെച്ചെടുത്ത് തന്നെ കടിക്കണം. ഇനി ഞാൻ ഈ തിന്നലും കുടിക്കലൊക്കെ നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് എന്നെ തങ്ങൾക്ക് ഖുർആനോ എന്താ ജീവിതമല്ലേ. യെസ്. രാത്രി എന്നോട് സംസാരിക്കാനായിട്ട് തങ്ങൾ സമയം കണ്ടെത്തും. പിന്നെ നമുക്ക് റസൂലിനേക്കാൾ തിരക്കായോണ്ട് ചിലപ്പോൾ നടന്നോളുന്നില്ല. നെക്സ്റ്റ്, വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസരിബു ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ ബനാത്തുൽ അൻസാരി യൽഅബ്ന മഅഹാ. ആയിഷ ബീവി ചെറുതല്ലേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അൻസാരിയത്തായ പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ട് പറയും, ആയിഷ വീട്ടിൽ ഒറ്റക്കാണ്, നിങ്ങളൊക്കെ ഒന്ന് കൂടെ പോയിട്ട് ഒന്ന് കളിച്ചാൽ സന്തോഷമല്ലേ, പാവല്ല. ഒരു മനുഷ്യൻ ഈ വീട്ടിൽ കയറ്റി പോയില്ലെങ്കിൽ ബന്ധു വീട്ടിലോ വേറെ എവിടെങ്കിലും പോയി ഈ പുപ്പുലിയൊക്കെ ഒന്ന് നിർത്തണം. സത്യത്തിൽ ഞാൻ വരുന്നുണ്ടായില്ലേക്ക്. നെക്സ്റ്റ്, وكان صلى الله عليه وسلم يريها الحبشة وهم يلعبون في المسجد وهي متكئة على منكبه. ഹബശക്കാരായ ആൾക്കാർ ചില കളികളൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവിക്ക് ആ കളി കാണിച്ചു കൊടുക്കും. നബി തങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഷോൾഡറിൽ ആയിഷ ബീവി ഇങ്ങനെ താടി കുത്തിയിട്ട് ഇങ്ങനെ നോക്കും. ആയിഷ റസൂലുള്ളാഹിക്ക് മതിയാ ഇങ്ങനെ ചോദിക്കുന്ന പ്രയോഗം തന്നെ ഞാൻ തിർമുദീൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വായിക്കാം. അമാശബീത്തി വയറ് നിറഞ്ഞാൽ മതിയാ,
ഫജഅൽതു അഖൂലു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആയിഷ ബീവി പറയാ, ലാ പോരാ എനിക്ക് കുറച്ചും കൂടി കാണും പ്ലീസ്, ലാസ്റ്റ് ഒരു കാണും പ്ലീസ്, വാങ്ങിക്കൊടുക്കാനായിട്ടല്ലോ ഉപ്പ, അങ്ങനെയൊക്കെ പറയല്ലേ ചിലപ്പോൾ. അങ്ങനെയല്ല, വയറ് നിറയുന്ന തീരുന്നവരെ കാണിച്ചു കൊടുക്കും. നെക്സ്റ്റ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബഖഹ. ഒരിക്കൽ ആയിഷ ബീവിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആയിഷ ബീവിനോട് തങ്ങൾ വെച്ച് ഒരോട്ടം മത്സരം നടത്തിയാലോ. ഗസാലി ഇമാം ഇവിടെ എഴുതുമ്പോൾ സ്റ്റക്കാകുന്നുണ്ട്. ഗസാലി ഇമാം പറയുന്നത്, ഇതെന്ത് നേതാവാ നോക്കിയേ, ഭാര്യയായിട്ട് ഓട്ടം മത്സരം. നമ്മ ഓട്ടം മത്സരം ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനായി കൊടുത്താൽ മതി. ആയിഷ ബീവി അന്ന് ജയിച്ചു. സുമ്മ സബഖഹ. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി നല്ല ഈത്തപ്പഴവും കക്കിരിയൊക്കെ തിന്നിട്ട് തടിച്ചിട്ട് ഉമ്മ അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് തടിച്ചു, ഇറച്ചൊക്കെ ഇങ്ങനെ വെറുത്ത് വന്നു. ആയിഷ ബീവിനോട് ചോദിച്ചു, ഒന്നുകൂടി മത്സരം നടത്തിയാലോ? മത്സരം നടത്താം. ആയിഷ ബീവി പഴയ ഓർമ്മയിൽ വേഗം മടക്കമ്മേച്ച ഏറ്റെടുത്തു. അപ്പോൾ സുമ്മ സബഖഹ ബഅദ ദാലിക് ഫസബഖഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചു. അപ്പോൾ ആയിഷ ബീവിക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹാദിഹി ബിതിൽക, ചിരിച്ചുകൊണ്ട്. ഇപ്പം സ്കോർ ബോർഡ് 1-1 എന്ന് പറഞ്ഞാൽ മോൾക്ക് 0 അല്ല, നമ്മ 1-1 ഉള്ളത്. ഇത് അന്നത്തെ പകരമാണ് കേട്ടോ, ചിരിച്ചോണ്ടാ പറയണത്. അവിടെ വിശദീകരണത്തിൽ കാണാം, ആയിഷ ബീവിയുടെ മനസ്സ് സമാധാനമാണ്, മോള് തോറ്റിട്ടില്ല, മോള് പണ്ട് ജയിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പല്ലേ ചില ടീച്ചർമാരെല്ലാം LKG പിള്ളേർക്ക് ഇവിടെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കലും മറ്റേ കോപ്പീൻ്റെ ബുക്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കലൊക്കെ വന്നതിന്. മുത്തനബി പണ്ടേ അനുയായികൾ അസ്ഹാബി കന്നുജൂം, എൻ്റെ അനുയായികൾ തന്നെ ഫുള്ള് സ്റ്റാറാന്ന് പറഞ്ഞു. സ്റ്റാർ ഒട്ടിക്കലല്ല, ഫുൾ സ്റ്റാറാ. നെക്സ്റ്റ്, അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. വിവിധ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നത് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു.